ആണ് നമ്മുടെ അടുത്ത ചോദ്യം. എക്സ് വൈ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്കൊരു മട്ടത്രികോണം ഇവിടെ വെറുതെ ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടത്രികോണം. ഇനി എന്താണ് വേണ്ടത്? ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടകോൺ, അതായത് 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന വശങ്ങളാണ്. അത് എക്സും വൈയുമാണ്. ഓക്കെ, കർണം 13 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് കർണം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് വൈ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ 60 ആണ്. അത് തന്നിരിക്കുന്ന നിഗമനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഇവിടെ നമ്മുടെ മട്ടത്രികോണമായതുകൊണ്ട് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. അപ്പൊ എന്ത് കിട്ടും? പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ കർണത്തിന്റെ വർഗം എന്തായിരിക്കും? പാദത്തിന്റെ വർഗം പ്ലസ് ലംബത്തിന്റെ വർഗമായിരിക്കും. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ഇവിടെ നമുക്ക് ആദ്യം ഇതെഴുതാം. പാദത്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ വർഗം വൈ സ്ക്വയർ, അത് 13ന്റെ വർഗമാണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബീജഗണിതത്തിലെ ഒരു സമവാക്യം, നിങ്ങൾക്കറിയാവുന്ന ഒരു സമവാക്യം നമുക്ക് നോക്കാം. ബീജഗണിതത്തിൽ എന്താണ്? രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം എന്തായിരിക്കും? അതായത് എക്സ് പ്ലസ് വൈയുടെ വർഗം എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. ഓക്കെ, അപ്പോൾ ബീജഗണിതത്തിലെ രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2xy ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാമോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സ് പ്ലസ് വൈ നമുക്കറിയില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 169 എന്ന് എഴുതാം. പ്ലസ് 2 ഗുണം, ചോദ്യത്തിൽ നമുക്ക് എക്സ് വൈ തന്നിട്ടുണ്ട്, എക്സ് വൈ 60 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈയുടെ വർഗം 169 പ്ലസ് 120 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 9, 8, 2 289 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ ആ സംഖ്യയെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ 289 കിട്ടണം. അപ്പൊ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289 അത് എത്രയായിരിക്കും? നിങ്ങളെല്ലാവരും 1 മുതൽ ഒരു 20 അല്ലെങ്കിൽ 25 വരെയുള്ള വർഗങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ നമുക്ക്
17ന്റെ വർഗം 289 കിട്ടും. 7 49 7 11 7 1. അപ്പോൾ നമുക്ക് 289 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ റൂട്ട് 289, 17ന്റെ വർഗമാണ് 289. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആയിരുന്നല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വില 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടു. ഇനി നമ്മൾ ബീജഗണിതത്തിൽ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണെന്ന്. അതുപയോഗിച്ച് നമ്മൾ എക്സ് പ്ലസ് വൈനെ കണ്ടുപിടിച്ചു.